എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു 4 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ഏറ്റവും അധികം കേൾക്കുന്ന വാക്കായിരിക്കും അരുത് എന്നുള്ളൊരു വാക്ക്. നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളോട് ഏറ്റവും അധികം പറയുന്നതും ഈ ഒരു അരുത് എന്നുള്ളൊരു വാക്കായിരിക്കും. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുള്ള മാതാപിതാക്കൾക്കൊക്കെ അറിയാം, എപ്പോഴും നമ്മുടെ വായിൽ നിന്ന് ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇങ്ങനെ പറയരുത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ അരുതുകളുടെ വാക്കുകളായിരിക്കും വന്നുകൊണ്ടിരിക്കുക. കാരണം ഒരു കറക്ഷൻ ആവശ്യപ്പെടുന്ന പ്രായമാണ് ഒരു 4 വയസ്സ് 5 വയസ്സ് വരെയുള്ള പ്രായം എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ ഈ അരുതുകൾ പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തിനാണ് ഈ അരുത് പറഞ്ഞത് എന്ന് പോലും മനസ്സിലാവുന്നുണ്ടാവില്ല. കാരണം അവർ ജനിച്ച് വീണ് വളർന്നു വരുന്ന ഒരു പ്രായമാണ്. അപ്പോൾ ഈ ഭൂമിയിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ഒരു ധാരണയും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നതൊക്കെ കറക്ഷൻ ചെയ്യാൻ കാരണമായ പല സംഭവങ്ങളുമായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് അവൻ ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. അതിലും കറക്റ്റ് ചെയ്യാനായിട്ട് പല കാരണങ്ങളും ഉണ്ടാവും. എന്നാൽ നമ്മൾ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇനി നീ ഇങ്ങനെ ചെയ്യരുത്, അതോടൊപ്പം നീ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായിട്ട് അവർക്കൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ ആ രീതിയിൽ പ്രവർത്തിച്ചുകൊള്ളും. എന്നാൽ ഇത് മനസ്സിലാവാതെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് അവരെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. മുതിർന്നവരോടൊക്കെ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്ന സമയത്ത് അവരുടെ അറിവില്ലായ്മ കൊണ്ടും എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാത്തത് കൊണ്ടും ആയിരിക്കും അവരങ്ങനെ സംസാരിക്കുക. പക്ഷേ നമ്മളത് കേൾക്കുമ്പോൾ പറയും, ഇങ്ങനെയാണോ മുതിർന്നവരോട് സംസാരിക്കുന്നതെന്ന് ചോദിച്ച് നമ്മൾ വഴക്ക് പറയുകയോ അല്ലെ കുഞ്ഞുങ്ങളെ അടിക്കുകയോ ചെയ്യാറുണ്ട്. എന്നാൽ പിന്നീടുള്ള ഒരു അവസരത്തിൽ വീണ്ടും കുഞ്ഞ് അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിലും വേറെ രീതിയിൽ എന്തെങ്കിലും മര്യാദയില്ലാത്ത രീതിയിൽ സംസാരിക്കാറുണ്ട്. അപ്പം നമ്മൾ ഓർക്കും, ഈ കുഞ്ഞ് വീണ്ടും ധിക്കാരം കാണിക്കുകയാണോ, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും ഇവൻ വീണ്ടും ധിക്കാരമാണല്ലോ കാണിക്കുന്നതെന്ന് ഓർക്കും. പക്ഷെ ഒരിക്കലും ധിക്കാരത്തിൻ്റെ ഭാഗമല്ല അത്. പകരം എങ്ങനെയാണ് പിന്നെ സംസാരിക്കേണ്ടതെന്ന് വ്യക്തമായി നമ്മൾ ഒരിക്കലും അവന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ കറക്ഷൻ ചെയ്യുന്ന സമയത്തും എങ്ങനെയാണ് പിന്നീട് ഞാൻ സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് വ്യക്തമായിട്ട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ സെറ്റിയിലിരുന്ന് TV കാണുന്ന ഒരു കുഞ്ഞിനോട് നമ്മൾ ചോദിക്കുകയാണ്, നീ ഇപ്പോഴും സെറ്റിയിലിരുന്ന് TV കാണുകയാണോ എന്ന് ചോദിച്ചാൽ വളരെ നിഷ്കളങ്കമായവൻ ചിലപ്പോൾ മറുപടി പറയും, ഓക്കെ അമ്മ, ഇനി ഞാൻ തറയിലിരുന്ന് TV കണ്ടോളാമെന്ന്. നമ്മൾ ഉദ്ദേശിക്കുന്നത് TV കാണുക എന്നുള്ളതാണ് തെറ്റെങ്കിൽ കുഞ്ഞോർക്കുന്നത് സെറ്റിയിലിരുന്നതാണ് തെറ്റെന്നായിരിക്കും. അതുകൊണ്ട് ഇതിനൊരു വ്യക്തത വരുത്തി കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കളായി നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളെ കറക്റ്റ് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഏതൊരു കുഞ്ഞിൻ്റെ ആഗ്രഹം എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുക എന്നുള്ളതാണ്. ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ അവന് അറിയണം, ഈ ഭൂമിയിൽ എന്നെ കൊണ്ട് ആവശ്യമുണ്ടോ, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണോ, എല്ലാവരും എന്നെ അംഗീകരിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ ഓരോ കുഞ്ഞിനും അവൻ പോലും അറിയാതെ അവൻ്റെ ഉള്ളിൽ അങ്ങനെയൊരു ആഗ്രഹം കിടപ്പുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ കുഞ്ഞുങ്ങളിലും മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചറിയാം, കൂടുതൽ വികൃതികളായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് കൂടുതൽ അറ്റൻഷൻ കിട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവൻ എപ്പോഴും വികൃതി കാണിച്ച് മറ്റുള്ളവരുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കും. ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചറിയാം, കുഞ്ഞുങ്ങൾ സാധാരണയായി കവിഞ്ഞ് കൂടുതൽ വികൃതികളായി മാറാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നോർമലി ഉള്ള വികൃതി തരങ്ങളൊക്കെ കാണിച്ചാൽ നമ്മൾ അവോയ്ഡ് ചെയ്ത് വിടും. കാരണം ഗസ്റ്റിൻ്റെ മുമ്പിൽ ഒരു നാണക്കേടാണ് തങ്ങളുടെ കുഞ്ഞുങ്ങൾ വികൃതികളാണെന്ന് അറിയിക്കാനായിട്ട്. അപ്പോൾ കുഞ്ഞിന് നോക്കുമ്പോൾ തനിക്ക് വേണ്ട അറ്റൻഷൻ കിട്ടുന്നില്ല. അപ്പോൾ കൂടുതൽ വികൃതി കാണിച്ചുകൊണ്ട് എല്ലാവരും ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാൻ പരിശ്രമിക്കും. കൂടുതലായിട്ട് വികൃതികൾ കാണിക്കുമ്പോൾ മാതാപിതാക്കളാണെങ്കിൽ ക്ഷമ നശിച്ച് എന്തെങ്കിലും ഒന്ന് പറയുകയും എല്ലാ ഗസ്റ്റുകളെയും ആ കുഞ്ഞിനെ ഒന്ന് ഫോക്കസ് ചെയ്യാനൊക്കെ ഇടവരുമല്ലോ. അപ്പോൾ ആ ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങൾ ഓവറായിട്ട് വികൃതി കാണിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കുഞ്ഞ് സൈക്കോളജി മനസ്സിലാക്കിക്കൊണ്ട് കുഞ്ഞുങ്ങളുടെ വികൃതി എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി അവരെ അതിനു മുമ്പേ തന്നെ വികൃതികളായി മാറുന്നതിന് മുമ്പേ തന്നെ അവർക്ക് വേണ്ട പരിഗണനയും സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ കൊടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കുഞ്ഞു തെറ്റുകൾ ചെയ്യുമ്പോൾ തന്നെ പ്രതികരിക്കുന്ന നമുക്ക് കുറച്ച് നല്ല നന്മകൾ ചെയ്ത് കാണുമ്പോൾ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? ഈ ഒരു നമ്മുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് കുഞ്ഞുങ്ങളെ കൂടുതൽ മോശം സ്വഭാവത്തിലേക്ക് നയിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അവരെ ഒന്ന് അടുത്ത് വിളിച്ച് നീ ചെയ്തത് നന്നായി, ഇനിയും ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് താൻ അംഗീകരിക്കപ്പെടുന്നതെന്ന്. പകരം ഈ അടിയും വഴക്കും മാത്രം കിട്ടി ശീലിക്കുന്ന കുഞ്ഞുങ്ങളോർക്കും ഇതാണ് മറ്റുള്ളവരുടെ അംഗീകാരമെന്ന്. അതുകൊണ്ട് ഈ ഒരു തെറ്റിദ്ധാരണ കുഞ്ഞുങ്ങൾക്ക് മാറ്റി കൊടുത്തുകൊണ്ട് നമ്മുടെ മക്കളെ നല്ല വ്യക്തിത്വത്തിന് ഉടമകളാക്കി വളർത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒരു കുഞ്ഞും ഒരിക്കലും മറ്റുള്ളവരുടെ ആട്ടും തുപ്പും കേട്ട് വളരേണ്ടവരല്ല. ആരുടെയും
വഴക്ക് കേട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള നെഗറ്റീവ് കമൻസ് കേട്ടുകൊണ്ട് ജീവിക്കേണ്ടവരല്ല. പകരം നല്ല കമൻസും നല്ല പ്രോത്സാഹനവും ഒക്കെ കിട്ടിക്കൊണ്ട് വളർന്നു വരേണ്ടവരാണ് ഓരോ കുട്ടികളും. അപ്പോഴാണ് അവർ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട് നമ്മുടെ സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ ഉപകാരികളായി തീരുന്നത്. കുഞ്ഞിലെ മുതലേ ഒരു ഫോർമേഷൻ നടന്നാൽ മാത്രമേ അവർ വലുതാകുമ്പോഴും അവർക്ക് ആ ഒരു വ്യക്തിത്വത്തിൽ നല്ലൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കുഞ്ഞ് ആയിട്ട് ജനിക്കുന്ന സമയം മുതലേ തന്നെ അവർ ഓരോ ചെയ്യുന്ന കാര്യങ്ങളിലും അവരെ ഒന്ന് അഭിനന്ദിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കറക്ഷൻ കൊടുക്കുന്ന ഒരു കറക്ഷൻ ഹോമായിട്ടല്ല നമ്മുടെ വീട് മാറേണ്ടത്. പകരം മറ്റുള്ളവർക്ക് കുഞ്ഞുങ്ങൾക്ക് പ്രോത്സാഹനം കൊടുത്ത് അവരെ വളർത്തുന്ന നല്ലൊരു വിളനിലമായിട്ട് നല്ലൊരു നഴ്സറിയാക്കി നമുക്ക് നമ്മുടെ കുടുംബത്തെ മാറ്റാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.